വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലേണേഴ്സ് ബഡ്ഡി. നാം ഇപ്പോൾ പഠിക്കുവാൻ പോകുന്നത് NCERT സിലബസിലെ 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് പാഠപുസ്തകത്തിലെ 24ാമത്തെ പേജ് മുതലുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ നമുക്ക് ആ പാഠം ഒന്ന് പഠിച്ചാലോ? കണ്ടില്ലേ, ഇത് 24ാമത്തെ പേജാണ്. നിങ്ങളുടെ ബുക്കിൻ്റെ 24ാമത്തെ പേജ് എടുത്തേ. കണ്ടോ? പടങ്ങൾ കണ്ടോ? പിന്നെ എഴുതിയിട്ടുണ്ടല്ലേ? നമുക്കൊന്ന് വായിച്ചു നോക്കാം. മാച്ച് ദ ആക്ഷൻസ് വിത്ത് ദ പിക്ചേഴ്സ്. പടങ്ങളുമായിട്ട് ഈ ആക്ഷൻസൊക്കെ ഒന്ന് മാച്ച് ചെയ്ത് വെക്കണം. ആക്ഷൻസ് എന്താണ്? താഴോട്ട് എഴുതിയിട്ടുണ്ട്. ദേ ആർ ഡാൻസിങ് എന്നാണ് എഴുതിയിരിക്കുന്നു ഒന്നാമത്തത്. ദേ ആർ ഡാൻസിങ്. അതേതാ? ആ രണ്ടാമത്തെ പടം കണ്ടോ? അതുണ്ട്, 2 പെൺകുട്ടികൾ നൃത്തം ചെയ്യുന്നത്. അവർ നൃത്തം ചെയ്യുന്നു, അല്ലെ അവർ നൃത്തം ചെയ്യുകയാണ് എന്നാണ് ദേ ആർ ഡാൻസിങ് എന്ന് പറഞ്ഞാൽ. അവർ ദേ ആർ ഡാൻസിങ്ങിൻ്റെ അവിടെ നിന്നൊരു പെൻസിൽ കൊണ്ടൊരു വര ഇങ്ങോട്ട് വരച്ചിട്ട് ആ പെൺകുട്ടികൾ നൃത്തം ചെയ്യുന്ന ഭാഗത്തേക്ക് വരച്ച് ചേർക്കണം. അപ്പോൾ നമ്മൾ മാച്ച് ചെയ്ത് കഴിഞ്ഞു. കേട്ടോ? ഷീ ഈസ് ജമ്പിങ്. അവൾ ചാടുന്നു. കണ്ടില്ലേ? 3ാമത്തെ ചിത്രത്തിൽ ഒരു പെൺകുട്ടി ചാടുന്നുണ്ടോ? ഷീ ഈസ് ജമ്പിങ്. അങ്ങോട്ടേക്ക് വരച്ച് ചേർക്കണം. ഉണ്ടോ? ചെരിച്ച് താഴേക്ക് വരയ്ക്കുമ്പോൾ 3ാമത്തെ പടത്തിൻ്റെ അങ്ങോട്ടേക്ക് പെൻസിൽ കൊണ്ട് സാവധാനം വരച്ചങ്ങോട്ട് ചേർക്കണം. കുത്തി വരയ്ക്കരുതേ, ഒറ്റ വലിയ ശക്തിയിലും വരയ്ക്കരുത്, സാവധാനം വരയ്ക്കണം. കണ്ട? അപ്പോൾ ഒറ്റ പ്രാവശ്യം വരച്ചാൽ മതി. ഷീ ഈസ് ജമ്പിങ് എന്നുള്ളത് 3ാമത്തെ പടത്തിന് നേരെ ചെറുതായിട്ടൊന്ന് വരച്ച് ചേർത്തു. കേട്ടോ? അടുത്ത ഹീ ഈസ് യോണിങ്. ഹീ ഈസ് യോണിങ്. അവൻ കോട്ടുവായിടുന്നു. കണ്ടില്ലേ? ആദ്യം മോളിൽ ഇരിക്കുന്നത് കണ്ടില്ലേ? അതാ നമുക്ക് ആദ്യം കാണാൻ പറ്റുന്നത്. ഒരുത്തരിങ്ങനെ നല്ല കോട്ടുവായി ഇടുക. ഹീ ഈസ് യോണിങ്. അതാ ആ കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഹീ ഈസ് യോണിങ് എന്നുള്ളതിൻ്റെ അടുക്കുന്ന ഒരു വര പെൻസിൽ കൊണ്ട് മുകളിലേക്ക് ചെരിച്ച് വരയ്ക്കണം. അപ്പോൾ 1ാമത്തെ പടത്തിലേക്ക് വരയ്ക്കണം, അവൻ്റെ യോണിങ്ങിൻ്റെ അടുക്കിലേക്ക്. കണ്ടില്ലേ? അപ്പോൾ അവൻ എന്താ ചെയ്യുന്നത്? അവൻ കോട്ടുവായിടുന്നു. യോണിങ് മീൻസ് കോട്ടുവായിടുക. അടുത്തതോ? ഷീ ഈസ് ഹോപ്പിംഗ്. അവൾ ചാടുകയാണ്. നോക്കി, ലാസ്റ്റ് പടം കണ്ടോ? ഹോപ്പിംഗ് എന്ന് പറഞ്ഞാൽ ഒറ്റക്കാല ചാടുന്നതിന് പ്രത്യേകിച്ച് ഹോപ്പിംഗ് എന്ന് പറയും. കേട്ടോ? അതുകൊണ്ടാണ് നോക്കി, ഒരു പെൺകുട്ടി ഈ കളമൊക്കെ വരച്ചിട്ട് ഒറ്റക്കാല ചാടുക കളങ്ങളിലേക്ക്. അപ്പോൾ അതിന് ഹോപ്പിംഗ് എന്നാണ് പറയുന്നത്. അപ്പം ഹോപ്പിംഗ് എന്ന് പറയുന്നത് ചാടുക എന്ന് അർത്ഥമുണ്ട്. ഒറ്റക്കാല് തുടർച്ചയായി ചാടുന്നതിന് ഹോപ്പിംഗ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് കൂടുതൽ ശരിയായിട്ടുള്ളത്. അപ്പോൾ ഷീ ഈസ് ഹോപ്പിംഗ് എന്നിടത്താണ് പെൻസിൽ കൊണ്ട് വരച്ച് താഴേക്ക് കൊണ്ടുവന്നിട്ട് ആ അവസാനത്തെ പടത്തിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകണം. വരയ്ക്കുന്നതൊക്കെ ഇച്ചിരി മര്യാദയ്ക്ക് വരച്ചാൽ മതി, സാവധാനം വരച്ചാൽ മതി. കേട്ടോ? കുത്തി വരയ്ക്കുന്ന പോലെ വരയ്ക്കരുത്, സാവധാനം വരച്ച് ചേർക്കണം. അപ്പോൾ അത് എന്തായി? അത് മാച്ച് ചെയ്തു. അടുത്തത് നോക്കാം. ദേ ആർ വോക്കിംഗ്. അവർ നടക്കുകയാണ്. കണ്ടോ? ഒരു അച്ഛനും മകളോട് നടന്നു വരുന്നത് കണ്ടോ? മകളുടെ കയ്യിൽ അച്ഛൻ പിടിച്ചിട്ടുണ്ടേ. അവർ സാവധാനം നടന്നു വരികയാണ്, അല്ലേ? അതേതാ പടം? ലാസ്റ്റ് ബട്ട് വൺ. അതായത് ഏറ്റവും ഒടുവിലത്തിൻ്റെ മുകളിലത്തെ പടം ലാസ്റ്റ് ബട്ട് വൺ ആണ്. അപ്പോൾ ദേ ആർ വോക്കിംഗ് എന്ന് എഴുതിക്കുന്നിടത്തുനിന്ന് ഒരു പെൻസിൽ കൊണ്ട് മുകളിലേക്ക് ചെരിച്ച് വരയ്ക്കണം. കണ്ടോ? അച്ഛനും മകളുടെ കയ്യും പിടിച്ചുകൊണ്ട് വരുന്നത്. അപ്പോൾ അതിന് നേരെ വരയ്ക്കണം. അപ്പോൾ അത് ശരിയായി. നമുക്കിനി അടുത്ത പേജിലേക്ക് പോകാം. 25ാമത്തെ പേജിലേക്ക് പോകാം. കേട്ടോ? നാട്ടെ, ഇതാ നമ്മൾ വന്നു കഴിഞ്ഞു 25ാമത്തെ പേജിൽ. 25ാമത്തെ പേജിൽ കാണിക്കുന്ന പടങ്ങൾ എന്തൊക്കെയാണ്? നോക്കി, ഒരു ആൾ കൈയൊക്കെ മുകളിലേക്ക് പൊക്കി സ്ട്രെച്ച് ചെയ്തിപ്പോണ്ട്. കണ്ടോ? അയാൾ മൂരി നിവർത്തുകയാണ്. ഈ പൂച്ചയൊക്കെ എഴുന്നേറ്റ് വെച്ച് മൂരി നിവർക്കുന്ന പോലെ സ്ട്രെച്ച് ചെയ്യണം. പിന്നത്തെയോ, ഒരു പെൺകുട്ടി ഓടുന്നുണ്ട്. ഒരു ആൺകുട്ടി സ്കിപ്പ് ചെയ്യുന്നുണ്ട്. ഒരു പട്ടി കിടന്നുറങ്ങുന്നുണ്ട്. ഒരു ആൺകുട്ടി താഴേക്ക് കുനിയുന്നുണ്ട്. അപ്പം നമുക്ക് എഴുതിയിരിക്കുന്നു വായിക്കാം. സീമ ഈസ് റണ്ണിങ്. സീമ ഓടുകയാണ്. കണ്ടോ? 2ാമത്തെ പടത്തിലെ പെൺകുട്ടി നീല ഉടുപ്പൊക്കെ ഇട്ടുണ്ട്, അവൾ ഓടുകയാണ്. അപ്പോൾ അവളുടെ നേരെ അങ്ങോട്ട് വരയ്ക്കാം. ഈ വരയ്ക്കുമ്പോഴേ വരയ്ക്കുക എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ സ്കെയിൽ എടുത്തിട്ട് അങ്ങോട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് നേരെ ചൊവ്വേ കിട്ടും. കേട്ടോ? അല്ലെങ്കിൽ നിങ്ങൾ വരയ്ക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വളഞ്ഞും തിരിഞ്ഞുമൊക്കെ പോകും. അപ്പോൾ ചെറിയൊരു സ്കെയിൽ എടുത്തിട്ട് റണ്ണിങ് എന്ന് പറയുന്നിടത്തുനിന്ന് അവളുടെ നേരെ അടുക്കിലേക്ക് സ്കെയിൽ വെച്ച് പതിയെന്ന് വരച്ചാൽ മതി. വലിയ ശക്തിയിലൊന്നും വരക്കണ്ട, പതുക്കെ വരച്ചാൽ മതി. ഷീ ഈസ് റണ്ണിങ്. അപ്പോൾ നമ്മളത് മാച്ച് ചെയ്തില്ലേ? ഇനി നോക്കി, കുമാർ ഈസ് സ്ട്രെച്ചിങ്. കണ്ടില്ലേ? അത് വായിച്ച് വെച്ച് അവിടുന്ന് ആ 1ാമത്തെ പടത്തിലേക്ക് പതിയെന്നൊന്ന് വരച്ച് ചേർക്കണം.
ഞാനെന്താ പറഞ്ഞത്, ഒരു സ്കെയിൽ ഉപയോഗിച്ച് പതുക്കെ വരച്ചാൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അല്ല നമ്മൾ ചുമ്മാതെ ഇങ്ങോട്ട് വരച്ചാലേ വളഞ്ഞിരിക്കും ആ വരയൊക്കെ. അതുകൊണ്ട് ചെറിയ സ്കെയിൽ ഉപയോഗിച്ച് പതിയെ വരച്ചാൽ നല്ല നീറ്റായിരിക്കും കേട്ടോ. ദ ഡോഗ് ഈസ് സ്ലീപ്പിംഗ്. കണ്ടില്ലേ പട്ടി കിടന്ന് ഉറങ്ങുന്നതേ. അവൻ്റെ നേരെ ആ വര വരയ്ക്കണം. മനസ്സിലായോ? അപ്പം നമ്മളതിനെ മാച്ച് ചെയ്തില്ലേ. ഡോഗ് ഈസ് സ്ലീപ്പിംഗ് എന്നുള്ള ഭാഗത്തിന് സെൻറ്റൻസ് അവസാനിക്കുന്നിടത്ത് നിന്ന് ഒരു സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കണം. എങ്ങോട്ടേക്കാ? ആ നായ കിടന്നുറങ്ങുന്ന സ്ഥലത്തേക്ക്. കണ്ടില്ലയോ? അവൻ്റെ നേരെ വരച്ച് കാണിക്കണം. വിറ്റൽ ഈസ് ബെൻഡിങ്. ഏറ്റവും ഉള്ളിലെടുത്ത് കണ്ടോ, കുഞ്ഞിന്ന് കണ്ടോ കാലിലോട്ട് തൊടാനായിട്ട്. അവൻ്റെ നേരെ വരച്ച് ചേർക്കണം. വിറ്റൽ ഈസ് ബെൻഡിങ് എന്നുള്ളതിന് ശേഷം ആ സ്ഥലത്തുനിന്ന് സ്കെയിൽ ഉപയോഗിച്ച് പതിയെ വരയ്ക്കണം. പതുക്കെ വരച്ചാൽ മതി കേട്ടോ. ബുക്കിൻ്റെ പേപ്പർ നിങ്ങൾക്ക് കീറില്ല, പതുക്കെ വരയ്ക്കണം. ദെൻ ദ ബോയ് ഈസ് സ്കിപ്പിംഗ്. അത് ആൺകുട്ടി ചാടുകയാണ്. കണ്ടില്ലേ? സ്കിപ്പിംഗ് റോപ്പ് ഉപയോഗിച്ച് വട്ടത്തെ സ്കിപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. സ്കിപ്പ് ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ നേരത്തെ പറഞ്ഞത്? ആവർത്തിച്ച് ചാടുക, തുള്ളിച്ചാടുന്ന പോലെ ചാടുക. അപ്പോൾ ദ ബോയ് ഈസ് സ്കിപ്പിംഗ്. അത് അവിടുന്ന് വര എന്തുകൊണ്ട് വേണം? ആ പച്ച ഉടുപ്പിട്ടുകൊണ്ടിരുത്തം കാണിക്കുന്ന കണ്ടില്ലേ? ചാടി മറിയുക അല്ലേ? അവന് സ്കിപ്പ് ചെയ്യുക, അങ്ങോട്ടേക്ക് വരയ്ക്കണം കേട്ടോ. അപ്പോൾ അത് വൃത്തിയായിട്ട് വരയ്ക്കണേ. നമുക്കിനി അടുത്ത പേജിലേക്ക് പോകാം കേട്ടോ. അടുത്ത പേജിലേക്ക് പോകാം. നമ്മൾ അടുത്ത പേജിൽ വന്നല്ലോ. നമുക്കൊന്ന് വായിക്കാവേ. ലെറ്റ് അസ് പ്ലേ. നമുക്ക് കളിക്കാം. എന്ത് കളിയാണ് കളിക്കുന്നത്? ഹോപ്പ് സ്കോച്ച്. അതെന്നാ കളിയാണ്? അതാണ് നിലത്തിങ്ങനെ കളമൊക്കെ വരച്ച് അതിൻ്റെ അകത്ത് നമ്പരൊക്കെ എഴുതി ഒറ്റക്കാല ചാടിക്കളിക്കുന്ന കളി. മനസ്സിലായില്ലേ? ഒറ്റക്കാലിലും ചിലപ്പോൾ രണ്ട് കാലിലൊക്കെ ചാടുമായിരിക്കാം. സാധാരണഗതിയിൽ ഒറ്റക്കാലിട്ടാണ് ചാടുക. അപ്പോൾ എന്ത് പറ്റും? യുവർ ടീച്ചർ വിൽ ഹെൽപ്പ് യു ഡ്രോ ദ പിക്ചർ ഓൺ ദ ഫ്ലോർ. നിലത്തെ കളം വരയ്ക്കാൻ ടീച്ചർ സഹായിക്കും. കണ്ടോ? യു ഹാവ് ടു ടേക്ക് ടേൺസ് ടു ജമ്പ് ആൻഡ് ഹോപ്പ്. ചാടുന്നതിനും ഹോപ്പ് ചെയ്യുന്നതിനൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ടേൺസ് എടുക്കണം. ഓരോരുത്തർ മാറി മാറി വേണം ചാടാൻ, അല്ലാതെ ഒരാൾ തന്നെയല്ല ചാടുക. ജമ്പ് വിത്ത് 1 foot ഇൻ ഈച്ച് ബോക്സ്. ഒറ്റ കാലിലാണ് ചാടേണ്ടത്. ജമ്പ് വിത്ത് 1 foot ഇൻ ഈച്ച് ബോക്സ്. ഒറ്റ കാല് ഉപയോഗിച്ച് ചാടണം. മനസ്സിലായോ? സ്റ്റാർട്ട് വിത്ത് 1. 1ാം നമ്പറിൽ തുടങ്ങണം. ഗോ ടിൽ യു റീച്ച് നമ്പർ 7. നമ്പർ 7 വരെയുണ്ട്. അവിടെ വരെ ചെല്ലുന്നിടം വരെ നിങ്ങൾ ചാടണം. ദ ടേൺ അറൗണ്ട്. അന്നേരം ദെൻ ടേൺ അറൗണ്ട് എന്ന് തിരിയണം. ആൻഡ് കം ബാക്ക് എന്ന് തിരിച്ചു വരണം. ഇഫ് യു പുട്ട് യുവർ ഫുട്ട് ഔട്ട്സൈഡ് ദ ബോക്സ്. ബോക്സിൻ്റെ പുറത്താണ് നിങ്ങൾ കാല് വയ്ക്കുന്നെങ്കിൽ യു ആർ ഔട്ട്. കളത്തിൽ തന്നെ ചാടണം. കളത്തിൻ്റെ പുറത്തോട്ട് കാലും കൊണ്ടുപോയാലേ നിങ്ങൾ ഔട്ടായിപ്പോകും കേട്ടോ. അപ്പോൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോ കളത്തിലും കൃത്യമായി നോക്കി വേണം ചാടാൻ. ഇഫ് യു പുട്ട് യുവർ ഫുട്ട് ഔട്ട്സൈഡ് ദി ബോക്സ് ദെൻ യു ആർ ഔട്ട്. ദെൻ വെൻ യു ആർ പ്ലേയിങ് 1 round. കണ്ടോ? വെൻ യു ആർ പ്ലേയിങ് 1 round. ഒരു റൗണ്ട് നിങ്ങളെല്ലാവരും കളിച്ച് കഴിയുമ്പോൾ. ഡിഡ് യു ജമ്പ്? നിങ്ങൾ ചാടിയോ? ഡിഡ് യു ഹോപ്പ്? നിങ്ങൾ ഒറ്റക്കാലിൽ ചാടിയോ? അതാ ഹോപ്പിങ്ങിന് ഉദ്ദേശിക്കുന്നത്. ഡിഡ് യു ഹാവ് ഫൺ? നിങ്ങൾക്ക് രസം തോന്നിയോ? ഡിഡ് യു കൗണ്ട് ദ നമ്പേഴ്സ് വൈൽ പ്ലേയിങ്? കളിക്കുമ്പോൾ നിങ്ങൾ അക്കങ്ങളൊക്കെ എണ്ണിയോ? ഡിഡ് യു കൗണ്ട് ദ നമ്പേഴ്സ് വൈൽ പ്ലേയിങ്? അതൊക്കെ നോക്കണം കേട്ടോ. അപ്പം നമുക്ക് ഈ ഹോപ്പ് സ്കോച്ച് എന്ന് കളിക്കാം അല്ലേ? അപ്പം നമുക്ക് ചോദിക്കാം, അവസാനം ചോദിക്കുവരെ ഡിഡ് യു ഹോപ്പ് ജമ്പ്? അപ്പോൾ നമ്മൾ യേസ് ഐ ഹാവ് ജംപ്ഡ്. ഡിഡ് യു ഹോപ്പ്? യേസ് ഐ ഹാവ് ഹോപ്ഡ്. ഡിഡ് യു ഹാവ് ഫൺ? യേസ് ഐ ഹാവ് ഫൺ എന്ന് പറയാം. യേസ് ഐ ഹാവ് ഫൺ, എനിക്ക് രസം തോന്നി. ഡിഡ് യു കൗണ്ട് ദ നമ്പേഴ്സ് വൈൽ പ്ലേയിങ്? നിങ്ങൾ അക്കങ്ങളൊക്കെ എണ്ണിയോ കളിക്കുമ്പോഴേ? അപ്പോൾ നമ്മൾ തന്നെ ഉത്തരം പറയും യേസ് ഐ ഹാവ് കൗണ്ടഡ് ദ നമ്പേഴ്സ് വൈൽ പ്ലേയിങ്. യേസ് ഐ ഹാവ് കൗണ്ടഡ് ദ നമ്പേഴ്സ് വൈൽ പ്ലേയിങ്. ഞാൻ കളിക്കുമ്പോഴേ അക്കങ്ങളൊക്കെ എണ്ണി എന്നാ പറയുക കേട്ടോ. അപ്പോഴേ നമുക്ക് അടുത്ത പേജിലേക്ക് പോകാം. നോക്കേ, ഈ പേജിൽ എന്താ എഴുതിയിരിക്കുന്നത്? ലെറ്റ് അസ് റൈറ്റ്. നമുക്ക് എഴുതാമെന്നാ പറയുന്നത്. നോക്കാം എന്താ എഴുതണമെന്ന്. തൊട്ടതാണ് LOOK. ലുക്ക് അറ്റ് ദി പിക്ചർ. PICTURE പിക്ചർ. ആൻഡ് fill in the words.
ഫ്രം ദി ബോക്സിൽ നിന്ന് വേർഡ്സ് എടുത്ത് താഴെ കളത്തിൽ എഴുതണം. മനസ്സിലായോ? അപ്പോൾ താഴെ ഇങ്ങനെ കൊടുത്തിരിക്കുന്നുണ്ടോ, കളം വരച്ചിട്ട് H ഉണ്ട്, P ഉണ്ട്, S ഉണ്ട്, B ഉണ്ട്, E ഉണ്ട്, D ഉണ്ട്, P ഉണ്ട്, N ഉണ്ട്, E അങ്ങനെ എഴുതിയിരിക്കുകയാണ്. ഇടയ്ക്കെല്ലാം ബ്ലാങ്ക്, അവിടെയൊക്കെ നമ്മൾ ചേർക്കേണ്ടതാണ്. കേട്ടോ? മലയാളത്തിൽ ഇതിൻ്റെ പദപ്രശ്നമെന്നാണ് പറയുന്നത്. എന്താണ് പറയുന്നത്? പദപ്രശ്നം. അപ്പം നമുക്ക് നോക്കാവേ. മുകളിൽ നിന്ന് താഴോട്ട് HOP ഹോപ്പ്, അതാണ് ഇതിൻ്റെ HOP. അപ്പോൾ വിട്ടുപോയ അക്ഷരം O എന്നാണ്. HOP ഹോപ്പ്, അതാണ് ഏറ്റവും മുകളിൽ താഴേക്ക് വരണം. മുകളിൽ അതിൻ്റെ താഴെ O, അതിൻ്റെ താഴെ P. അപ്പോൾ ഹോപ്പ് എന്നാണ്. ഹോപ്പ് എന്ന് പറഞ്ഞാൽ ചാടുക എന്നാണ്. ഒറ്റക്കാലിൽ ചാടുന്ന പ്രത്യേകിച്ച് ഹോപ്പ് എന്നാണ് പറയുന്നത്. അതിൻ്റെ താഴെ SKIP സ്കിപ്പ് എന്നാണ്. SKIP സ്കിപ്പ്. ആ എസ്സിനുണ്ട് താഴേക്ക് S, പിന്നെ ഒരു കളം വെറുതെ വിട്ടിരിക്കുക, പിന്നെ E ഉണ്ട്, പിന്നെ ഒരു കളം വെറുതെ, പിന്നെ ഒരു P. അപ്പോൾ അവിടെ ചേർക്കേണ്ടത് SLEEP സ്ലീപ്പ് എന്നാണ്. SLEEP സ്ലീപ്പ്, ഉറക്കം. അതാ കണ്ട. അടുത്തത് എന്താണ്? BE, പിന്നെ ഒരു ബ്ലാങ്ക്, അവിടെ ഒന്നുമില്ല. BEND ബെൻഡ് എന്ന് പറയുന്നത്. BEND ബെൻഡ്, കുനിയുക. ഉണ്ടല്ലേ? അടുത്തത് തുടങ്ങുന്ന DL, പിന്നെ ഒരു ബ്ലാങ്ക്, ഒന്നുമില്ല, പിന്നെ ഒരു N, പിന്നെ ഒന്നുമില്ല, പിന്നെ C, അല്ല E ആണ്. അപ്പോഴേ നമ്മളത് എങ്ങനെ ചെയ്യും? DANCE എന്നാണ് പൂരിപ്പിക്കേണ്ടത്. അപ്പം വിട്ടുപോയ അക്ഷരങ്ങൾ Aയും Cയുമാണ്. ഡാൻസ് എന്നാണ് എഴുതേണ്ടത് കേട്ടോ. ഡാൻസ്, നൃത്തം ചെയ്യുക, അതാണ് സംഭവം. അപ്പം നമ്മൾ ആ പദപ്രശ്നം പൂരിപ്പിച്ചു കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഈ ക്ലാസ് ഒന്ന് നിർത്താം, എന്നിട്ട് നമുക്ക് പിന്നെ കാണാം കേട്ടോ. അപ്പോഴേ ഞാൻ ഈ ക്ലാസ് നിർത്താൻ പോവാണേ. നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമല്ലോ ക്ലാസ്? കുട്ടികളെ, നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോഴേ നിങ്ങൾ കേട്ട ഈ ക്ലാസ് ഉണ്ടല്ലോ, ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.